ഹായ് ഓൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി നാടൻ ഫിഷ് കറിയും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റും കുറച്ച് ഉപ്പേരികളൊക്കെ അയച്ചുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി അയച്ചാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഫിഷ് കറിയാണ് റെഡിയാക്കുന്നത്. നമ്മളിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പീസ് ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൂപ്പിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. 2 തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ചെറുതായിട്ട് പീസാക്കിയിട്ടുള്ള 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. കാരണം നന്നായിട്ട് തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നാലേ നമ്മൾ ഫിഷ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അതിനിടയിൽ ജസ്റ്റ് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം കരിയണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുഞ്ഞ് പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ വേവാത്ത പീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് കറി ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വല്ലാതെ മല്ലിപ്പൊടി യൂസ് ചെയ്യൂല. ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറാതെ നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ കഴിയൂല. ഒരുമാതിരി ഒരു കുത്തുന്ന ചോയായിരിക്കും. അപ്പോൾ നമ്മൾ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളം കുറച്ച് മതി. കൂടി പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മളെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെല്ലെ ചെയ്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. കൂടുതൽ സമയം കുക്ക് ചെയ്യണ്ട. അപ്പോൾ മീനും ഈ കറിയിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് കറിയൊക്കെ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് പരിപ്പും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ സമയത്ത് നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ്. സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞ പരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനതൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുക് പൊട്ടി വന്ന സമയത്ത് പരിപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 പച്ചമുളക് കീറിയതും കുറച്ച് ഉള്ളിയും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വലിയ സവോളയാണ്, ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പീസസ് ആക്കിയിട്ടില്ല. ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പേരിക്കൊക്കെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കഴിക്കാൻ വേറെ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കും. 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളക് കൂടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂണിലും താഴെയായിട്ട് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് കുറച്ച് മുന്നേ ഈ മസാല റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പക്ഷേ ഇത് റെഡിയാക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ മസാല റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കതിലുള്ള ചെമ്മീൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കി നമ്മളിതാ ഓരോ ചെമ്മീനൊക്കെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ചെമ്മീൻ മാത്രം നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് ഒരുപാട് ഡീപ് ഫ്രൈ ആയി കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് മസാലയിലൊക്കെ കിടന്നിട്ടൊന്ന് ഒന്നുകൂടിയൊക്കെ ഒന്ന് വേവാനുള്ളതാണല്ലോ. അപ്പോൾ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മളതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാല കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളെ ചെമ്മീൻ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടിപൊളി റോസ്റ്റായി വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ഫ്രൈ കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് നേരത്തെ ഞാൻ മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുള്ള സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓരോരോ പീസസ് ആയിട്ട് നമുക്കിതാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വഴുതന പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. കാരണം നമ്മളിത് കട്ടില്ലാതെയാണ് പീസാക്കിയിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നൊരു വെജിറ്റബിൾ കൂടിയാണല്ലോ വഴുതന. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വഴുതന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുകൂടി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അയലയാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഉച്ചക്കലത്തേക്ക് അയച്ചുള്ള അടിപൊളി അയച്ചുള്ള ഒരു നാടൻ ഊണ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റും നല്ലൊരു അടിപൊളി ഉപ്പേരിയൊക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഊണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്കും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വിളമ്പാം. നമ്മൾ പ്ലേറ്റിലാണ് കേട്ടോ വിളമ്പുന്നത്. ഇലയിലൊക്കെ വിളമ്പുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രസമായിരിക്കും കാണാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിത് ഇല ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി മട്ട അരി കൊണ്ടുള്ള ചോറും നമ്മൾ ഉപ്പേരിയും വഴുതന ഫ്രൈയും ചെമ്മീനും നമ്മൾ അയല ഫ്രൈ ഒക്കെ വെച്ചിട്ട് ചോറ് വിളമ്പുകയാണ്. അടിപൊളി ഒരു നാടൻ ഊണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.